ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മുടെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയെയും കുടുംബത്തെയും ഇത്രയേറെ പരിഹസിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്ത ഒരു വിഭാഗം വേറെ ഉണ്ടാകില്ല. ഇപ്പോഴിതാ അതേപോലെ തന്നെ നമ്മൾ പണ്ട് പറയാറില്ലേ, ചെയ്താൽ തിരിച്ചടി കിട്ടുമെന്ന്. എല്ലാവർക്കും കിട്ടണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. നമ്മൾ പിന്നെ പറയും കർമ്മമുണ്ട്, അപ്പൊ കർമ്മം ചെയ്താൽ തീർച്ചയായിട്ടും കർമ്മ എന്നൊരു സംഭവമുണ്ട്, പ്രതിഫലം കിട്ടുമെന്നൊക്കെ പറയും. പണ്ടൊക്കെ ആയിരുന്നു. പിന്നെ ഇപ്പോൾ പാടത്തു ജോലിയും വരമ്പത്തു കൂലിയും ലഭിക്കുന്നുണ്ട്. എല്ലാവർക്കും ലഭിക്കുമെന്നൊന്നും എനിക്ക് നിർബന്ധമൊന്നുമില്ല കേട്ടോ, അങ്ങനെയൊന്നും ഞാൻ പറയുന്നുമില്ല. പക്ഷേ പലപ്പോഴും ചിലരെങ്കിലും ചെയ്യുന്നതിന്റെ ഫലം അനുഭവിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. നമ്മളൊന്നും തിരിച്ച് ചെയ്യണ്ട, അവരുടെ പ്രവർത്തന ഫലം അവർക്ക് തന്നെ തിരിച്ചടിയായിട്ട് വന്നിരിക്കും. ആ പാവം സാധു മനുഷ്യനെ വദനസുരതത്തിലേക്ക് വരെ കൊണ്ടുവന്നെത്തിച്ച് എത്രമാത്രം മരിക്കുന്നതിന് മുമ്പ് ആ മനുഷ്യൻ അനുഭവിച്ച പ്രയാസങ്ങൾ, ആ കുടുംബം അനുഭവിച്ച മാനസിക സംഘർഷങ്ങൾ എങ്ങനെ ക്ഷമിക്കും, എങ്ങനെ പൊറുക്കും? ഇപ്പോൾ ക്രൈം നന്ദകുമാർ സാറിന്റെ വാക്കുകൾ കടമെടുത്താൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുന്നതിനു മുമ്പ് വിദ്യുച്ഛക്തി മന്ത്രിയാകാൻ വേണ്ടി കോടിക്കണക്കിന് പണം എറിഞ്ഞു മന്ത്രിസ്ഥാനം പിടിച്ചതുപോലെ അതിനേക്കാൾ സമർത്ഥമായി എങ്ങനെ മോഷ്ടിക്കാം എന്ന് മകളെയും പഠിപ്പിച്ചു, മകനെയും പഠിപ്പിച്ചു. ഒരു നാടിനെ മുഴുവനും കട്ടുമുടിച്ച് ഭരിച്ചു കുട്ടിച്ചോറാക്കി. KSRTC ജീവനക്കാർ കരയുന്നത് കാണുന്നില്ലേ? പെൻഷൻ കിട്ടാതെ വൃദ്ധർ കരയുന്നത് കാണുന്നില്ലേ? ടാക്സ് അടയ്ക്കാൻ പറ്റാതെ, കറണ്ട് ചാർജ് അടയ്ക്കാൻ പറ്റാതെ സാധാരണ ജനങ്ങൾ ഇവിടെ ബുദ്ധിമുട്ടുമ്പോൾ കേരളമല്ലാത്ത ഒരുപാട് സംസ്ഥാനമുണ്ട് ഈ സ്വതന്ത്ര ഭാരതത്തിൽ. അവിടെയൊക്കെ കാര്യങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കുന്നത് നന്നായിരിക്കും. കർണാടകയിലെ കാര്യം ഈ കഴിഞ്ഞ ദിവസം ഒരു യുവാവ് പറഞ്ഞത് ഓർമ്മയില്ലേ? കറണ്ട് ചാർജ് ഫ്രീ, ബസ്സിൽ യാത്ര ഫ്രീ. ഇതുപോലെ KSRTC തന്നെയാണ് അവിടെയും. KSRTC അവിടെ കർണാടക, ഇവിടെ കേരളം, ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. അതുപോലെ ഡൽഹി, കെജ്രിവാൾ, ഇവരൊക്കെയും ഓരോ സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന മുഖ്യമന്ത്രിമാർ തന്നെയാണ്. ഇങ്ങനെ മുഖ്യമന്ത്രി അല്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ കേരളത്തിലെ സഖാക്കളുടെ അഭിപ്രായത്തിൽ തന്നെ 3 മാസം മുഴുമിക്കാൻ നമ്മുടെ രായാവിന് പറ്റുമോ? എന്തായിരുന്നാലും നമ്മുടെ മാത്യു സാർ എല്ലാ തവണകളിലെയും പോലെ തന്നെ വളരെ കൃത്യമായ രൂപത്തിൽ ഈ വിഷയത്തിലും ഒരു അവലോകനം നടത്തുന്നുണ്ട്. കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ മനസ്സിലാക്കേണ്ട സംഭവമുണ്ട്. അവരുടെ ഭർത്താവ് മന്ത്രിയാണ്, പിതാവ് മുഖ്യമന്ത്രിയാണ്. അത് തന്നെയാണ് അവരെ ഇത്തരം കള്ളത്തരങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതും. കാരണം മന്ത്രിപുത്രിയാണ്, ഒരു മന്ത്രി പത്നിയാണ്. അപ്പൊ മന്ത്രിപുത്രിയും മന്ത്രി പത്നിയും എന്തും ചെയ്യാം. അധികാരം കയ്യിലുണ്ടെങ്കിൽ എത്ര കോടി രൂപയും ഏതു മാഫിയയുടെ കയ്യിൽ നിന്നും മാസപ്പടിയായി വാങ്ങാം. ഞങ്ങളെ പിടിക്കാൻ, ഞങ്ങളെ അന്വേഷിക്കാൻ, ഞങ്ങളെ നിയമത്തിന്റെ പഴുതുകൾ കൊണ്ട് കുരുക്കാൻ ഒരാൾക്കും കഴിയില്ല എന്ന വെല്ലുവിളിയാണിത്. ഒരു നാടിനെ നടുക്കുന്ന മോഷ്ടാക്കളെ പിടിച്ചു കെട്ടാൻ ഇവിടെ ഇതിനു മുകളിലുള്ള കേന്ദ്ര സർക്കാരിന് സാധിക്കുന്നില്ല എന്നതിന്റെ തെളിവ് കൂടിയാണിത്. കോൺസ്റ്റിറ്റ്യൂഷണൽ പവർ എടുത്ത് കേരള ഗവൺമെന്റിന്റെ എല്ലാ പോളിസി ഡിസിഷനിലും ഇടപെടുന്നു എന്ന് വലിയ ആരോപണമാണ്. CPM-ന്റെ പാർട്ടിക്കാർ തന്നെയാണ് പലയിടത്തും പല ഫോറങ്ങളിലും അവരുടെ പറയേണ്ട പലയിടത്തും ഇതവർ പറയുന്നുണ്ട്. പക്ഷെ കേരളത്തിലെ പ്രതിപക്ഷം ഇതൊരു വലിയ ഇഷ്യൂ ആക്കി മാറ്റിയിട്ടില്ല. കാരണം ഒരു കാര്യം വളരെ ഉറപ്പാണ്, അതിന് കേരളത്തിൽ എവിടെ ഒരു പ്രതിപക്ഷം? നമ്മുടെ VD സതീശനെ കാണാനുണ്ടോ? ഏതെങ്കിലും വിഷയത്തിൽ മര്യാദയ്ക്ക് ഒരു പ്രതികരണം ആ മനുഷ്യന്റെ നാവിൽ നിന്നും അവസരോചിതമായോ സന്ദർഭോചിതമായോ വന്നിട്ടുണ്ടോ? അദ്ദേഹം എന്താ പറഞ്ഞത്? ഞങ്ങൾ മുസ്ലിങ്ങളെ നിങ്ങളോടൊപ്പമാണ്. ഒരു പ്രതിപക്ഷ നേതാവ് പറയുക, നിങ്ങൾക്കെതിരായി ഞങ്ങൾ ഒന്നും പറയില്ല, ഭരണഘടനയ്ക്കെതിരായിട്ടൊന്നും പറയില്ല എന്ന് പറ. ന്യായം. ആ സ്വർണ്ണ കള്ളക്കടത്ത് ഇഷ്യൂവായിട്ട് ബന്ധപ്പെട്ട്, അതായത് ശിവശങ്കറിന്റെ ഇഷ്യൂ, മുഖ്യമന്ത്രിയുടെ ഓഫീസും, അന്ന് ഞാൻ പറഞ്ഞൊരു സംഭവമുണ്ട്. വീണ വിജയൻ, അതായത് നീണ വീട്ടുവെന്ന്, അതേതാണ് സംഭവിക്കാൻ പോവുകയാണ്. അതായത് മാസപ്പടി വിഷയത്തിൽ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് ഒരു എൻക്വയറി നടത്തി. അപ്പൊ അതിനകത്ത് കിട്ടിയ ഫാക്ട്സും ഫിഗറും വെച്ചാണ് സീരിയസ് ഫ്രോഡ്, ഫിനാൻഷ്യൽ ഫ്രോഡുമായിട്ട് ബന്ധപ്പെട്ട 6 ഓഫീസേഴ്സ്
സീനിയർ IRS ഓഫീസേഴ്സ് ആണ് അന്വേഷിക്കുന്നത്. മിനിസ്ട്രി ഓഫ് ഫിനാൻസിന്റെ അണ്ടറിലുള്ളതാണ് ഇത് സംഭവം. ഇവർക്ക് ഉമ്മൻചാണ്ടി പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? വിതയ്ക്കുന്നത് കൊയ്യും. ഒരു പക്ഷേ അദ്ദേഹം അത് കാണുന്നില്ലെങ്കിലും അദ്ദേഹം പറഞ്ഞ വാക്കുകൾ കേട്ട ആളുകൾക്ക് മനസ്സിലാകുന്നുണ്ട് ഇതാരെ ഉദ്ദേശിച്ചാണ് പറഞ്ഞതെന്ന്. ശരിക്കും പവറുള്ള ഏജൻസി തന്നെയാണ്. ഈ ഒരു കാര്യത്തിൽ ഞാൻ വളരെ കൃത്യമായിട്ട് പറയാം. ഇതിൽ ഈ പറയുന്ന മാസപ്പടിയുമായിട്ട് MS ഓഫീസിന്റെ സോഫ്റ്റ്വെയർ കരിമണൽ കമ്പനി, ആലുവയിലുള്ള കരിമണൽ കമ്പനിയിൽ അതിന്റെ ആനുവൽ മെയിൻ്റനൻസിന് വേണ്ടി 1,76,00,000 രൂപ വീണ വിജയന്റെ എക്സലോജിക്ക എന്ന് പറയുന്ന കമ്പനി വാങ്ങിയിട്ടുണ്ട്. അപ്പൊ അതുമായിട്ട് ചേർന്നുള്ള മൊഴിയിൽ, ഇൻകം ടാക്സിന്റെ അപ്ഡേറ്റ് ട്രibunal നടന്ന മൊഴിയിൽ ഈ കരിമണൽ കമ്പനി തന്നെ പറയുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട വീണ വിജയനോ അവരുടെ കമ്പനി ഉള്ള ഒരാൾ പോലും ഈ ആലുവയിലുള്ള കരിമണൽ കമ്പനിയുടെ ഓഫീസിൽ പോയിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കുന്ന ആനുവൽ മെയിൻ്റനൻസ് ആണ് ഈ സംഭവം. ഇത് വളരെ കൃത്യമായിട്ട് ക്ലിയറുമാണ്. അപ്പൊ അവർ തന്നെ കൊടുത്ത ഈ മൊഴിയിൽ പറയുന്നുണ്ട് അവരുടെ കമ്പനിയിൽ ഉപയോഗിക്കുന്ന MS ഓഫീസ്, പല കമ്പ്യൂട്ടർ, കൂടുതൽ കമ്പ്യൂട്ടർ അതിന്റെ പറയുന്ന പോലെ ടെക്കി കമ്പനി ഒന്നും അല്ലല്ലോ ഈ കരിമണൽ കോൺട്രാക്ട് മൈനിങ് കമ്പനി എന്ന് പറയുന്നത്, വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അപ്പൊ ആ കമ്പനിയിലുള്ള ഈ സോഫ്റ്റ്വെയർ MS ഓഫീസും മൈക്രോസോഫ്റ്റിന്റെ വേർഡും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അതിനകത്ത് ഉപയോഗിക്കുന്ന 70% MS ഓഫീസ് എന്ന് പറയുന്ന ക്രാക്ക് വേർഷനാണ്, അതായത് ഇല്ലീഗൽ വേർഷനാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ ഇന്ത്യ എടുക്കുവാണെങ്കിൽ ഒരു 95% ഇത് ക്രാക്ക് വേർഷനാണ് ഉപയോഗിക്കുന്നത്. വളരെ സിമ്പിൾ ആണിത്. അപ്പൊ ഈ ക്രാക്ക് വേർഷൻ MS ഓഫീസിൽ വീണ വിജയന്റെ എക്സലോജി കമ്പനി അവിടെ സർവീസ് ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട് എടുത്തു എന്ന് പറയുമ്പോഴാണ് അതിനേക്കാൾ തമാശയാകുന്നത്. എങ്ങനെ പോവാണെങ്കിലും ഇപ്പം ലീഗലായിട്ട്, അതായത് ഇപ്പം MS ഓഫീസ് ലീഗലായിട്ട് അവരുടെ സോഫ്റ്റ്വെയർ മെയിൻ്റനൻസ് ചെയ്യുവാണെങ്കിൽ അതിനിപ്പം 3-4 സിസ്റ്റത്തിന് വേണ്ടി ആകെ ചെലവാകുന്നത് ഒരു വർഷം 10,000 രൂപ മാത്രമേ ഉള്ളൂ. ഇതങ്ങനെയാണ് എടുത്തേക്കുന്നത്. ഒരു വർഷത്തേക്ക് അങ്ങനെ എടുത്തേക്കുന്നത് 1,76,00,000 രൂപയാണ്. ഈ പണം എന്ന് പറയുന്നത് വീണ വിജയന്റെ കമ്പനിക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഫേവറിറ്റിസം കിട്ടാൻ വേണ്ടിയാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അതായത് പ്രൈമ ഫേസി അതിനകത്ത് കൂടുതൽ റോക്കറ്റ് ടെക്നോളജിയും. ഇത്രയും കാര്യങ്ങൾ ഒരു സാധാരണക്കാരനാണ് ചെയ്തിരുന്നതെങ്കിൽ, ഇത്രയും വേണ്ട ഒരംശം ചെയ്തിരുന്നതെങ്കിൽ എപ്പോഴേ അറസ്റ്റിലാകുമായിരുന്നില്ലേ? ഈ പിതാവും മകളും ചെയ്തതിനെല്ലാം ഇവർ വിലങ്ങുവെച്ച് ജയിലിലേക്ക് പോകുന്നത് കാണാൻ കേരള ജനത കാതോർത്ത് കാത്തിരിക്കുന്നുണ്ട്, കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുന്നുണ്ട്. കാരണം അത്രമേൽ ഈ നാടിനെ ഭരിച്ചു മുട്ടിച്ചു കുട്ടിച്ചോറാക്കി സ്വന്തം കുടുംബത്തിന്റെ വികസനം മാത്രം നടപ്പിലാക്കിയ ഒരു ഭരണാധികാരിയെ ജനങ്ങൾ ഇപ്പോഴും കല്ലെറിയാത്തത് ഇത് കേരളമായതുകൊണ്ടും നിയമത്തെ മാനിക്കുന്നത് കൊണ്ടും മാത്രമാണ്. ഭയങ്കര ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമൊന്നുമില്ല. വളരെ സിമ്പിൾ ആണ്. 3 മാസത്തിനുള്ളിൽ മുഖ്യമന്ത്രിയുടെ പോലെ വീണ വിജയനെ ഈ പറയുന്ന ഫിനാൻഷ്യൽ ഫ്രോഡുമായിട്ട് ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യും. അതാണ് ഞാൻ അറിയാൻ സാധിച്ചത്. ഇതൊരു പ്രസ്താവനയായിരിക്കട്ടെ, കൃത്യമായി നടപ്പിലാകട്ടെ. നമ്മളത് ആഗ്രഹിച്ചു പോകുവാണ്. ഇത്രയും കാത്തിരുന്ന നമുക്ക് 3 മാസം കൂടി ആ ഒരു സുവർണ അവസരത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. നമ്മൾ തയ്യാറാണ്. കാരണം തെളിവുകൾ വളരെ സോളിഡ് ആണ്. മുഖ്യമന്ത്രി പല പ്രാവശ്യം വിളിച്ച് ക്വസ്റ്റ്യൻ ചെയ്യും. മുഖ്യമന്ത്രി ശരി, എല്ലാ തെളിവുകളും ഉണ്ടെങ്കിൽ പോലും ഇതുവരെ ഒന്നും സംഭവിക്കാത്ത സ്ഥിതിക്ക് ഇനി അങ്ങോട്ടും പിണറായിക്കും മകൾക്കും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് ഈ വാർത്തകൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന, കേട്ടുകൊണ്ടിരിക്കുന്ന, ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മളിൽ ഓരോരുത്തർക്കും അറിയാം. എന്നാലും പ്രതീക്ഷിച്ചു പോകുകയാണ്. കുറ്റവാളികൾ രക്ഷപ്പെടരുത്, കുറ്റവാളികൾ പിടിക്കപ്പെടണം, ഈ നാട് രക്ഷപ്പെടണം എന്നൊരു ആഗ്രഹമുള്ളത് കൊണ്ട് ഉറപ്പായിട്ടും പ്രതിയാണ്. ഇതാണ് കേസിന്റെ മൂവ്മെന്റ്. ഈ കേസിനകത്ത് മുഖ്യമന്ത്രി പറയുന്നു ഭാര്യയുടെ പണം, അതായത് ഭാര്യ റിട്ടയർ ചെയ്തപ്പോഴുള്ള പണം കൊണ്ടാണ് എക്സാലോജി കമ്പനി ബാംഗ്ലൂർ തുടങ്ങിയതെന്നും. അപ്പൊ ഉറപ്പായിട്ടും ആ സമയത്ത് ഭാര്യ റിട്ടയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ പണം കൊണ്ടാണ് അദ്ദേഹത്തിന്റെ മകള് അവിടെ ആരംഭിച്ചത്. ഇനി കമ്പനി അങ്ങോട്ടാണ് പോയത്. പിന്നീട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ മകളുമായിട്ട് ബന്ധപ്പെട്ട് ഈ ആരോപണം മാത്രമല്ല ഉള്ളത്, ഇത് ഫർദർ വൈഡൻ ചെയ്യും. കാരണം AI ട്രാഫിക് ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ടത്, അങ്ങനെ ഓരോ സംഭവത്തെ പറ്റി ഫർദർ അന്വേഷണം ഉണ്ടാകും. അതായത് ഗവൺമെന്റിന്റെ പല ഏജൻസികൾ IT-യുമായിട്ട് ഇതേപോലെ ടെക്നിക്കലായിട്ട് ടെൻഡറുമായിട്ട് ബന്ധപ്പെട്ട് പലതിനും പോയിരിക്കുന്ന ഫൈനൽ വന്നിരിക്കുന്നത് എല്ലാം വീണ വിജയന്റെ കമ്പനിയിലോട്ടാണ് പോകുന്നത്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകനെ ചുറ്റിപ്പറ്റിയാണ് പോകുന്നത്. ഇതും അന്വേഷണ പരിധിയിലുണ്ടാകും. ഇപ്പോഴും പറയുന്നില്ല എങ്കിൽ ഫർദറായിട്ട് ഇത് അന്വേഷണത്തിൽ പോകുമല്ലോ. കാരണം ഓരോന്ന് പൊളിയുമ്പോഴാണ് ഓരോന്ന് പൊളിഞ്ഞ് ഷെല്ലായിട്ട് പൊളിഞ്ഞു വരുന്നത്. ഇതാണ് ഇത് ഉണ്ടാകാൻ പോകുന്നത്. അതായത് വളരെ കൃത്യമായിട്ട് പറയാം, 3 മാസത്തിനുള്ളിൽ ഒന്നല്ല, ഒരു ചങ്ങല പോലെ ഒന്നിനു പുറകെ ഒന്നൊന്നായി ധാരാളം കേസുകൾ, അനധികൃതമായ സ്വത്ത് സമ്പാദനങ്ങൾ, മാസപ്പടി വിവാദങ്ങൾ, മോഷണങ്ങൾ, അതുപോലെ കള്ളക്കടത്ത് സ്വർണങ്ങൾ, പിന്നെ യാത്രകളൊക്കെ നമുക്കറിയാമല്ലോ. ശരി, ഇതെല്ലാം അനധികൃതമായി ചെയ്തതാണ് എന്നും സോളിഡായിട്ടുള്ള ധാരാളം എവിഡൻസുകൾ ഉണ്ടെന്നും പ്രൂവ് ചെയ്യപ്പെട്ടിട്ടും എന്തുകൊണ്ടാണ് നിയമം ഇവരെ ഭയന്നു മാറി നിൽക്കുന്നത്? അധികാരമുള്ളത് കൊണ്ട് തന്നെയല്ലേ ഇവരിലേക്ക്
നമ്മുടെ നിയമപാലകർ അടുക്കാതിരിക്കുന്നത്. ഇനിയെങ്കിലും അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കാം. നന്ദി.